സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ ശാക്തീകരണം, നാരീശക്തി എന്നൊക്കെ വാതോരാതെ പറയുമെങ്കിലും മലയാളിയുടെ സ്വത്വബോധം സ്ത്രീയെ അംഗീകരിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യത്തിന് തെളിവുകൂടിയാവുകയാണ് ഇത്തവണത്തെ ലോക്സഭാ ഫലപ്രഖ്യാപനം. ആകെ മത്സരിച്ച 9 സ്ത്രീ സ്ഥാനാർത്ഥികളിൽ ഒരാളെ പോലും നവോത്ഥാന കേരളം വിജയിപ്പിച്ചില്ല. 20 ലോക്സഭാ സീറ്റുകളിലായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായി മത്സരിച്ച ഈ 9 പേരെയും തോൽപ്പിക്കാൻ സ്ത്രീ സൗഹൃദ കേരളം ഒറ്റക്കെട്ടായി നിന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കക്ഷി രാഷ്ട്രീയ മത്സരത്തിൽ ആൺപെൺ വ്യത്യാസമില്ല എന്നൊക്കെ ഭംഗിക്ക് പറയാമെങ്കിലും ഒരു സ്ത്രീയെ വിജയിപ്പിക്കാനുള്ള മാനസിക നിലയിലേക്ക് പൂർണ്ണമായി കേരളം വളർന്നിട്ടില്ല എന്ന യാഥാർത്ഥ്യമായി തുടരുകയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗവും മട്ടന്നൂർ MLA-യുമായ KK ശൈലജയുടെ തോൽവിയായിരുന്നു കൂടുതൽ ചർച്ചാ വിഷയമായത്. പാർട്ടിക്കുള്ളിലെ വിഴുപ്പലക്കലുകൾക്ക് ഇരയായതാണ് ശൈലജയുടെ പരാജയം എന്നൊക്കെ പറയാമെങ്കിലും പാർട്ടിക്ക് പുറത്തേക്ക് വളർന്ന ഒരു വ്യക്തിത്വം അവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. കോവിഡ് കാലത്തെ ശക്തമായ ഇടപെടലുകളിൽ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ശൈലജ നൽകിയ സേവനം കേരളം ഒറ്റ മനസ്സോടെ അംഗീകരിച്ചതാണ്. കേരളം കനിഞ്ഞു നൽകിയ ടീച്ചറമ്മ എന്ന ഓമന പേര് പോലും അവർക്കിപ്പോൾ നഷ്ടമായിരിക്കുന്നു. തോൽവിയുടെ രുചി അറിയുമ്പോൾ വിപ്ലവ നക്ഷത്രമായിരുന്ന ഗൗരി അമ്മയ്ക്ക് സ്വന്തം പാർട്ടിയിൽ നിന്ന് നേരിടേണ്ടി വന്ന തിക്താനുഭവങ്ങളോളം ഒന്നും വേണ്ടി വന്നില്ലല്ലോ എന്നാശ്വസിക്കാൻ മാത്രമേ ശൈലജ ടീച്ചർക്ക് ഇപ്പോൾ സാധിക്കൂ. കനലൊരു തരി പെണ്ണായി പിറക്കുമെന്നാഗ്രഹിച്ച ശോഭാ സുരേന്ദ്രനും പരാജയത്തിന്റെ രുചി അറിഞ്ഞു. കൃത്യമായ കരുനീക്കങ്ങളോടെ മുന്നോട്ട് നീങ്ങിയ ശോഭയും കാലിടറിയത് സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് എന്നാണ് മനസ്സിലാകുന്നത്. വിജയരഥത്തിൽ നിന്ന് താഴെ വീണുപോയ മറ്റൊരാൾ രമ്യ ഹരിദാസ് ആണ്. രമ്യയുടെ പരാജയ കാരണം രമ്യ തന്നെയാണെന്നാണ് സ്വന്തം പാർട്ടിക്കാരുടെ തന്നെ അഭിപ്രായം. നാടൻ പാട്ടുകൾ പാടി ശ്രോതാക്കളെ കയ്യിലെടുത്തിരുന്ന രമ്യയ്ക്ക് ഒരു ശോകഗാനം പോലും പാടാൻ വേദി കിട്ടാത്ത അവസ്ഥയിലായിരിക്കുന്നു. പാട്ടും പാടി ജയിക്കാൻ ഇനി ആവില്ല എന്ന ദുഃഖസത്യത്തിന് മുമ്പിൽ ശബ്ദം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് രമ്യ. എതിർ സ്ഥാനാർത്ഥി ഡോക്ടർ സരസുവും ഒരു വനിത തന്നെയായിരുന്നു. രണ്ടുപേരും പരാജയത്തിന്റെ രുചി അറിഞ്ഞു. രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ആനി രാജയാണ് മറ്റൊരു പരാജിത. പാർട്ടിയുടെ ചാവേർ വനിതയായാണ് വയനാട്ടിലേക്ക് താൻ എത്തുന്നത് എന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് ആനി രാജയ്ക്ക് തന്നെയായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ തുടങ്ങിയ തോൽപ്പിക്കൽ പ്രക്രിയ പരാജയത്തോടെ പൂർണ്ണമായി എന്ന് കരുതാം. എറണാകുളത്ത് മത്സരിച്ച ഇടത് സ്ഥാനാർത്ഥി KJ ഷൈൻ ആയിരുന്നു പരാജിതരിലെ പുതുമുഖം. വിപ്ലവ പോരാട്ടങ്ങളിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന വിപ്ലവ ജ്വാലയായി സ്ത്രീകളെ ആഘോഷിക്കാമെങ്കിലും അവരെ വിജയിപ്പിക്കാനുള്ള മാനസിക നിലയിലേക്ക് സ്വന്തം പാർട്ടി പോലും എത്തിയിട്ടില്ല എന്ന സത്യമാണ് ഷൈനിന്റെ പരാജയം വെളിവാക്കുന്നത്. KK ശൈലജ, ശോഭാ സുരേന്ദ്രൻ, രമ്യ ഹരിദാസ്, ആനി രാജ, KJ ഷൈൻ, നിവേദിത സുബ്രഹ്മണ്യൻ, സരസു, സംഗീത വിശ്വനാഥൻ, ML അശ്വനി. പരാജിതരായ ഈ സ്ത്രീ സാന്നിധ്യങ്ങൾ യഥാർത്ഥ മലയാളിയുടെ ചിന്താധാര എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. പരാജിതർക്ക് ആശ്വസിക്കാൻ അത്ര പഴക്കമില്ലാത്ത മറ്റൊരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയായി PK ജയലക്ഷ്മി എന്നൊരു വനിതാ മന്ത്രി നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ അവർ എവിടെയാണെന്ന് അവർക്ക് പോലും അറിയില്ല. മാനന്തവാടി മണ്ഡലത്തിൽ അവരെ പരാജയപ്പെടുത്താൻ സ്വന്തം പാർട്ടിയുടെ ആൺകോയ്മ മത്സരിക്കുകയായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞതോടെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പിന്തിരിഞ്ഞ മട്ടിലാണ് ജയലക്ഷ്മി. വെറും കെട്ടുകാഴ്ചയ്ക്കുള്ള സ്ത്രീ സാന്നിധ്യമായി മാറാൻ വിസമ്മതിച്ചു എന്നിടത്ത് മാത്രമാണ് അവർ വിജയിച്ചത്. ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന വാക്യത്തെ സ്ത്രീ സൗഹൃദ വാക്യമാക്കാൻ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും അതിന്റെ വാച്യാർത്ഥത്തിനപ്പുറത്തേക്ക് വളരാത്ത സാമൂഹ്യ പരിതസ്ഥിതിയിൽ നിന്ന് അണുവിട മുന്നോട്ട് കേരളം സഞ്ചരിച്ചിട്ടില്ല എന്ന സത്യമാണ് ഈ പരാജയ വാർത്തകൾ വെളിവാക്കുന്നത്.